മാൾട്ടയിൽ നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ ബോണസായിട്ട് പൈസ ഇങ്ങോട്ട് കിട്ടും. എങ്ങനെയാണെന്നല്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വണ്ടി എടുത്തപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് വണ്ടി എങ്ങനെ എടുത്തേ, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമോ എന്നൊക്കെ. എന്നാൽ നമുക്ക് വണ്ടി എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടാലോ. ഞാൻ എൻ്റെ മോട്ടോർ ബൈക്ക് എടുത്തത് MZയിലുള്ള സുസുക്കിയുടെ ഷോറൂമിൽ നിന്നാണ്. എൻ്റെ വണ്ടിയുടെ ടോട്ടൽ എമൗണ്ട് 3200 യൂറോ ആണ്. അതിൽ ഞാൻ ഡൗൺ പേയ്മെൻറ്റായി അടച്ചത് 400 യൂറോയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റിനും ലൈസൻസിനും കൂടി 150 യൂറോയുമാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പുതിയ വണ്ടി വാങ്ങുമ്പോൾ വേണ്ടതെന്നല്ലേ? ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ജോബ് കോൺട്രാക്റ്റാണ്. പിന്നെ ജോബ് പ്ലസ് ജോബ് ഹിസ്റ്ററി, FS3, ID കാർഡ്, പാസ്പോർട്ട് ആൻഡ് 3 month പേ സ്ലിപ്പ്. ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഷുറൻസ് ആണ്. ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് ആകെ ഇൻഷുറൻസ് കിട്ടുന്നത് എൽമോയിൽ നിന്നാണ്. അതും 1 ഇയറിലേക്ക്. ഇൻഷുറൻസ് എമൗണ്ടായി ഞാൻ പേ ചെയ്ത് 282 യൂറോ ആണ്. ഇനി നിങ്ങൾക്കറിയേണ്ടത് എങ്ങനെയാണ് നമുക്ക് പുതിയ വണ്ടി എടുക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് കിട്ടുന്നതെന്നല്ലേ? മാൾട്ടയിൽ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് മാൾട്ട ഗവൺമെൻറ് ബോണസായിട്ട് 1000 യൂറോ ഇങ്ങോട്ട് തരും. അത് കഴിഞ്ഞ് നമ്മളൊരു വണ്ടി സ്ക്രാപ്പിന് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 1000 യൂറോ തരും. അപ്പോൾ നമുക്ക് ടോട്ടൽ 2000 യൂറോ കിട്ടും. എനിക്കപ്പോൾ ആകെ ചിലവ് എന്തത്രേ 1400. ഞാൻ സ്ക്രാപ്പിന് വണ്ടി എടുത്തു കൊടുത്തപ്പോൾ ഒരു 200 യൂറോ സ്ക്രാപ്പിൻ്റെ വണ്ടിയുടെ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് സ്ക്രാപ്പിന് വണ്ടി എടുത്തത്. പിന്നെ ഒരു 50 യൂറോ ട്രാൻസ്പോർട്ട് മാൾട്ടയിൽ ഡോക്യുമെൻറ്റേഷനും ആയി. എന്തെങ്കിലും നോക്കിക്കണേ, വേഗം നിങ്ങളുടെ മാൾട്ടയിലെ ചങ്കിന് അയച്ചു കൊടുക്കുക. വണ്ടി എടുക്കാൻ നോക്കിയിട്ട് ചങ്കിന് റീൽ അയച്ചു കൊടുക്കുക. ഓൺലി ഹാപ്പി ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.